ആയിഷ ദിയാന സർവോദയ യു പി സ്കൂൾ ഏച്ചോമിലെ ആയിഷ ദിയാന നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. എങ്ങനെയാണ് വരുന്നതെന്നറിയാമോ? ഒരു മലയാള കഥയുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എന്തായിരുന്നാലും ആയിഷ ദിയാനക്ക് പറയാനുള്ള കഥ നമുക്ക് ഈ ഒരു ആഘോഷവേളയിൽ നമ്മുടെ മനസ്സിന് കുളിരണിയിക്കും. എന്തായാലും ആ കഥയിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. കാത്തിരുന്ന് ആ ദിവസം എത്തിയിരിക്കുന്നു. അത് വലിയ പെരുന്നാള്. എങ്ങനെയാണ് ഈ വലിയ പെരുന്നാള്? അതൊന്നും നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇസ്ലാം ചരിത്രത്തിൽ ഏറ്റവും പ്രമുഖനും ഉത്തമനുമായ നബിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ആ സ്വപ്നം കാണുന്നത്. തന്റെ സ്വന്തം മകനായ ഇസ്മായിൽ നബിയെ ബലിയെടുക്കാൻ അല്ലാഹു ആവശ്യപ്പെടുന്നത്. ആദ്യമൊന്നും അത് വലിയ കാര്യമാക്കിയില്ലെങ്കിലും അത് വീണ്ടും വീണ്ടും ആ സ്വപ്നം തന്നെ ആവർത്തിച്ചു വരികയാണ്. ഇബ്രാഹിം നബി ആലോചിച്ചു, വെറുതെ ഒന്നും അല്ലാഹു തന്റെ മകനെ ബലിയെടുക്കാൻ ആവശ്യപ്പെടുകയില്ല. ആരെങ്കിലും സ്വന്തം മകനെ ബലിയെടുക്കുവോ? എന്നാൽ അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അതിന് ഒരുക്കങ്ങൾ നടത്തി. അങ്ങനെ ഒരു വലിയ മലയുടെ മുകളിൽ ചെന്ന് ഇരിപ്പിടം വിരിച്ചു. ആ ഇരിപ്പിടത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കിടത്തി. വാളെടുത്ത് അറക്കാൻ നോക്കുന്ന ഇടയിലാണ് പെട്ടെന്നൊരു ഇടി വെട്ടിയത്. അള്ളാഹു വിളിച്ചു പറയാൻ തുടങ്ങി, നിങ്ങൾ എന്റെ ഈ പരീക്ഷണത്തിൽ വിജയരായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ മകനെ അറക്കേണ്ടതില്ല, പകരം ഒരു ആടിനെ ബലി കൊടുക്കേണ്ടതാണുള്ളൂ. ഇത് കേട്ടപ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിലിനെയും സന്തോഷവദന്മാരായി മല ഇറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു വലിയ പഞ്ഞി പോലെയുള്ള ഒരു വലിയ ആട് പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് മനസ്സിലായി ഇത് അല്ലാഹു നമ്മൾക്ക് ബലിയറക്കാൻ വേണ്ടി തന്ന ആടാണെന്ന്. അങ്ങനെ അവർ ആ ആടിനെ ബലിയറക്കി അയൽവാസികൾക്കും കുടുംബക്കാർക്കും എല്ലാം വിതരണം ചെയ്തു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? നാം ഒരു നല്ല അടിയുറച്ച അല്ലാഹുവിന്റെ വിശ്വാസികളെന്ന് ആയിത്തീർന്നുവെന്നാണ്. തീർച്ചയായും അതിനുള്ള പ്രതിഫലം അല്ലാഹു തന്നിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്കും അല്ലാഹുവിന്റെ നല്ല വിശ്വാസികളായി തീരാൻ കഴിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആയിഷ ദിയാന കെ അസലൻസാരി ഓളാണ്ട് തൂക്കി എന്ന് പറയേണ്ടി വരും. അതെ, കഥ അങ്ങോട്ട് പറഞ്ഞിട്ട് പൊളിച്ചു. നല്ല അവതരണമായിരുന്നു. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീഹ. കഥ പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം കഥ പറയേണ്ടത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നല്ല കഥയായിരുന്നു. ആയിഷ ദിയാനക്ക് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.